ഖുതുബുസ്സമാൻ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിന്റെ വഴികാട്ടി ഒരു മെസ്സേജ് തന്നുകൊണ്ട് ഞങ്ങളെ പറഞ്ഞയച്ചാൽ ആ പറഞ്ഞയച്ച ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ ഈമാനിന്റെ ചൈതന്യധന്യമായ നിലനിൽപ്പിന് അനുഗുണമായ പ്രതലം സ്ഥാപിച്ചെടുക്കാൻ 100% കഴിയുമെന്ന് ചരിത്രത്തിന്റെ ഇന്നലകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പറയാനാകും. ആർക്കാ അവിടെ പൊന്താൻ ധൈര്യമുള്ളത്? ഉണ്ടോ? പാണ്ഡിത്യത്തിന്റെ കുപ്പായിട്ടിട്ട് വലിയ കെട്ടും കെട്ടിയിട്ട് വേഷഭൂഷാദികളോടുകൂടെ തക്ബീർ ധ്വനികളുമായിട്ട് ആളുകളെ, സാധാരണക്കാരായ ചെറുപ്പക്കാരെയും പാവപ്പെട്ട പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഒരു കാലത്ത് ത്വരീഖത്തില്ലെന്ന് പറഞ്ഞു, ഷെയ്ഖില്ലെന്ന് പറഞ്ഞു, മുറബികളില്ലെന്ന് പറഞ്ഞു, എല്ലാം അവസാനിച്ചു, അസ്തമിച്ചു, ഇല്ലാതെയായി എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി എന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ടിന്റെ നായകന്റെ ജൈത്രയാത്രയിലൂടെ അവരെ കൊണ്ട് അവരുടെ ജനറൽ സെക്രട്ടറിയിലൂടെ വളരെ വ്യക്തമായി അതെല്ലാം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഖുതുബുസ്സമാൻ എന്ന് പ്രഖ്യാപിച്ചപ്പോ അത് ഖുതുബുസ്സമാൻ അല്ല എന്ന് പറയാൻ മുഷാവറയിൽപ്പെട്ട ഒരാൺകുട്ടി പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ ഷണ്ഡീകരിക്കാൻ, വൈജ്ഞാനികമായി ഷണ്ഡീകരിക്കാൻ, ഉമ്മത്തിന്റെ ഈമാനിനെതിരായി നിൽക്കുന്ന നിങ്ങളുടെ അറിവിനെ ഷണ്ഡീകരിക്കാനായി എന്നുള്ളതാണ് ഉജ്ജ്വലമായ വിജയം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നടന്നു നോക്കുക, എവിടെ നോക്കിയാലും ഊക്കില്ല. എല്ലാരും പറയാൻ അല്ലേ? പേരോട് ഇടക്കിടക്ക് പറയത്രേ, ഞാന് മഞ്ചേരി പോയപ്പോ അവിടെ ഒരു ഖുതുബുസ്സമാൻ കണ്ടു, അവിടെ ഒരു ഖുതുബുസ്സമാൻ. ചേളാരി ചെന്നപ്പണ്ട് അവിടെ വേറൊരു ഖുതുബുസ്സമാൻ. പിന്നെ കൊണ്ടോട്ടി പോയപ്പോ അവിടെ ഒരു ഖുതുബുസ്സമാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പോയപ്പോ അവിടെയും ഖുതുബുസ്സമാൻ. നോട്ടീസ്, ഞങ്ങൾ ഒട്ടിക്കുന്ന നോട്ടീസ് വായിക്കാൻ മാത്രമേ നിങ്ങളുടെ ഏറ്റവും അജയ്യനെന്ന് വിശേഷിക്കപ്പെടുന്ന ആ പണ്ഡിതന് സാധിക്കുന്നുള്ളൂ എന്ന ദാരുണമായ അവസ്ഥ. ഞങ്ങളെ നോട്ടീസ് വായിച്ച് അങ്ങനെ നടന്നോണ്ടി കുറെ നോട്ടീസ് തീരുമ്പോ ഒന്ന് പോയി നോക്കാൻ തോന്നുന്നു. ശരിയാവും അല്ലേ? മൂപ്പര് നടന്നു നോക്കുക, കൊണ്ടോട്ടി ഖുതുബുസ്സമാൻ, ചേളാരി നോട്ടീസ് എണ്ണികൾ, പോസ്റ്റർ എണ്ണികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി. എവിടെ കാന്തപുരം ഒരു കൊച്ചേപ്പി ഉണ്ടായിരുന്നല്ലോ, എവിടാ കൊച്ചി? ആലുവയിൽ വന്ന് നമ്മളെ കിഴക്കേ ദേശത്ത് വന്നിട്ട് മൂപ്പര് പറഞ്ഞു എവിടാ സാധനം? MT അന്ന് പ്രഖ്യാപിച്ചു. ഓരോ മഹല്ലുകളിലേക്കും ഞങ്ങൾ പറഞ്ഞയക്കാൻ വേണ്ടി 100 പണ്ഡിതന്മാരെ ഒരുക്കിയിട്ടുണ്ട്. സ്വന്തം മകൻ വരെ പരിപാടി നടത്തിയിട്ട് പോകാൻ നിൽക്കുക, ബൈലക്സ് കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ ഇങ്ങനെ എഴുതി വിടുകയാണ്, അവിടെ ഞങ്ങൾ പരിപാടി വെക്കും, ഇവിടെ ഞങ്ങൾ പരിപാടി വെക്കും. ബൈലക്സിലെ പൊറുതിയോട് കൂടിയിട്ട് അതിലിങ്ങനെ മെസ്സേജ് വിടുക, ഞങ്ങൾക്ക് 26-ാം തീയതി പരിപാടി, 36-ാം തീയതി പരിപാടി, ഇല്ലാത്ത ഡേറ്റ് ഒക്കെ പാടെ എഴുതി വിടുക. നിങ്ങൾ വെക്കി, നമ്മൾ സ്വാഗതം ചെയ്യാം. ഞങ്ങൾക്കിത് ജനങ്ങളെ, പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പൊതുജനങ്ങളെ കിട്ടണം. നിങ്ങൾ എതിർക്കുമ്പോൾ നിങ്ങൾ ആൾക്കാർ കേൾക്കാൻ വരും. APക്കാരെതിർത്താ ഓലി വരും. വെച്ചോടത്തൊന്നും പ്രശ്നം സംഭവിച്ചിട്ടില്ല, 4 ഖാദിരികൾ കൂടിയിട്ടേ ഉള്ളൂ. പേരോട് സുന്നത്ത് ജമാഅത്ത് സ്ഥാപിക്കാൻ വേണ്ടി പോയാൽ അവിടെ 4 വഹാബി ഉണ്ടാവും എന്ന് പറയാറുണ്ട്. എന്ന രീതിയിൽ പരിശുദ്ധമായ ഈ ത്വരീഖത്തിനെ എതിർക്കാൻ വേണ്ടി ഏത് പ്രസ്ഥാനം വന്നാലും അവ മുഴുവൻ പാത്രം എടുത്തേച്ചു പോയി. മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഷെയ്ഖുന സക്കരിയ സ്വലാഹി വന്നപ്പോ ഞങ്ങള് പരപ്പനങ്ങാടിയിലേക്ക് പോകുമ്പോ ഷെയ്ഖുനാനെ വിളിച്ചിട്ട് പറഞ്ഞു, സക്കരിയ സ്വലാഹിയാണ്, എല്ലാരും പിന്നാലെ അങ്ങനെ കൂടുന്ന ആളാണ്, എന്താ മഹാനെ ചെയ്യേണ്ടി വെച്ചു. സത്യസന്ധമായിട്ട് കാര്യം വിശദീകരിച്ചു കൊടുക്കും. അതോടുകൂടെ അവന് പരിപാടി ബോധ്യപ്പെട്ടു എന്നാ മനസ്സിലായത്. പറഞ്ഞ കൂട്ടത്തിൽ അവന് ബോധ്യപ്പെട്ടോളും എന്നാ പറഞ്ഞത്. ബോധ്യപ്പെട്ടു എന്നല്ല, ബോധം കെട്ടുപോ. നിങ്ങൾ ആലോചിച്ചോ, സക്കരിയ സ്വലാഹിക്ക് ഇപ്പൊ എന്താ പണി? എല്ലാരും മുശ്രിക്കീൻ എന്ന് പറഞ്ഞിട്ട് നാമുമായ ഒരു ഏറ്റുമുട്ടൽ. APക്കാരേറ്റ് EPക്കാരേറ്റൊക്കെ കുറെ മുമ്പ് തുടങ്ങിയില്ലേ? അന്നൊന്നും ഈ പരിപാടി നിർത്തിച്ചു പോയിട്ടില്ല. പരപ്പനങ്ങാടിയിൽ വന്നോ ആദ്യം പ്രഖ്യാപിച്ചു, ശിർക്കിനെതിരായി തൗഹീദിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി എത്ര റൗണ്ട് വേണമെങ്കിലും ഞാൻ ഇവിടെ വരും.
പറഞ്ഞു കഴിഞ്ഞ ഒരൊറ്റ റൗണ്ടേ വന്നോളൂ. പിന്നെ സക്കരിയല്ല, മഞ്ചേരിയിൽ വന്നു, കലം എടുത്തു വെച്ചു. അവസാനം പട്ടി തൊട്ട കലം പോലെ സക്കരിയ എന്ന് പറയുന്ന ആളെ മുജാഹിദ് പ്രസ്ഥാനം എടുത്ത് കുഞ്ഞിക്ക് പിടിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പോലും കൊള്ളാത്ത ഒരു സാധനമാണിത് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി. കണ്ണൂരിൽ മുജാഹിദ് ബാലുശ്ശേരി വന്നു, ഞങ്ങൾ അവിടെ ചെന്നു, പല തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. CP സലീം വന്നു, നമ്മളേറ്റ് എതിർത്ത ആൾക്കാർ മുഴുവൻ ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റെടുത്തിട്ടു. ആലോചിച്ചു. AP കാര് വന്നു, ജമാഅത്തെ ഇസ്ലാമി വന്നില്ലേ, അതിലൊന്നും ആരുമില്ലേ. ഈ കെയ്ബാം വന്നില്ലേ, ദക്ഷിണക്കാര് വന്നില്ലേ, മുസ്തഫ കസറത്ത്. ഞങ്ങൾക്കുള്ള ശക്തി ഏതാണെന്ന് അറിയുമോ? എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഖുതുബുസ്സമാന്റെ കരങ്ങൾ പിടിച്ചുമ്മ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ പോകുന്നു എന്ന് പറയുമ്പോ ഖുതുബുസ്സമാൻ ഞങ്ങളോട് പറഞ്ഞതുണ്ട്, ഒരു വാക്യമുണ്ട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയുമോ? ഈയാട് ജഫറുമായി വന്നപ്പോ മഹാനുഭാവൻ എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ മൈക്കയുടെ മുമ്പിൽ കേറി നിന്നാ മതി, ഇന്ന് പ്രസംഗിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോ എഡിറ്റ് ചെയ്യാതെ ഇറക്കിയ കേസറ്റായിരുന്നു അത്. താമരശ്ശേരി അവിടെയുള്ള ആൾക്കാർ മൂക്കിന് വലിച്ചാ നിൽക്കാണ് എന്ന് പറഞ്ഞപ്പോ ശൈഖുനാക്ക് വിളിച്ചു. ശൈഖുന പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോ മഹാനായ അലിയും കറമല്ലാഹു വജ്ഹഹു മഹാനുഭാവനും ഞാനും നിങ്ങളുടെ ചാരയുണ്ടാകും, നിങ്ങൾ പ്രസംഗിക്കണ്ട, ഞാനാണ് പ്രസംഗിക്കുന്നത് എന്ന് ഖുതുബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദലില്ലുൽ അലി മഹാനുഭാവൻ എന്നോട് പറഞ്ഞു. ഞാൻ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി കാത്തിരിക്കുന്നത് വരെ മജീദ് ഉസ്താദൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ പവിത്രമായ സാന്നിധ്യങ്ങളുടെ അനുപേക്ഷണീയമായ അത്യന്താപേക്ഷിതമായി നമുക്ക് ലഭിക്കേണ്ട ആ സാന്നിധ്യം പ്രതീക്ഷയോടുകൂടെ പ്രസംഗമല്ലായിരുന്നു മനസ്സിൽ, എതിർപ്പല്ലായിരുന്നു മനസ്സിൽ. എന്റെ ഹബീബന്മാർ, എന്റെ പ്രിയപ്പെട്ട സയ്യിദുനാ അലിയും കറമല്ലാഹു വജ്ഹഹു ബഹുമാനപ്പെട്ട ശൈഖുന രണ്ടുപേരും എന്റെ അരികിലേക്കൊന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകുകയാണല്ലോ. അള്ളാഹുവേ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് മരിക്കണമെന്ന് കരുതി എന്റെ ഭാര്യയോട് വസിയത്ത് എഴുതിയിട്ടാണ് ഞാൻ താമരശ്ശേരിയിലേക്ക് വന്നത്. അള്ളാഹുവേ ഇന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു. എന്റെ ഹബീബുമാർ എന്റെ കൂടെ ഉണ്ടാകുമ്പോൾ മരണപ്പെടുന്ന സന്തോഷകരമായ അവസ്ഥ ഉണ്ടാകണമെന്ന് കരുതിയിട്ടാണ് താമരശ്ശേരിയിലേക്ക് പോയത്. ഞാൻ സ്റ്റേജുമ്മ കയറി ഇരിക്കാൻ നോക്കുമ്പോ നിറച്ച് പാറ്റകൾ വന്ന് നിറഞ്ഞു നിൽക്കുക. ശൈഖുന പറഞ്ഞ ദിക്റ് ചൊല്ലിയിട്ട് ഞാൻ പ്രസംഗിക്കാൻ നിന്നതോടുകൂടെ ഒരൊറ്റ പാറ്റ പ്രാണി പോലുമില്ലാതെ സയ്യിദുനാ അലിയും കറമല്ലാഹു വജ്ഹഹു മഹാനുഭാവന്റെയും ഖുതുബുസ്സമാന്റെയും പ്രൗഢമായ സാന്നിധ്യത്തിന് വേണ്ടി സദസ്സൊരുങ്ങി, സ്റ്റേജ് ഒരുങ്ങി എന്ന് അവിടെ കൂടിയ ആളുകൾക്ക് പോലും നേർക്കുനേരെ കാണുന്ന രീതിയിൽ ഉജ്ജ്വലമായ സാന്നിധ്യമായി നിങ്ങളെ അടിയറവ് പറയിപ്പിക്കുന്നത് കേവലം അബ്ബാസ് അല്ല, ഫളിലുള്ളയല്ല, അബ്ദുൽ മജീദ് അല്ല, ഖുതുബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദലില്ലുൽ അലി മഹാനുഭാവൻ. ഞങ്ങൾക്കതാണ് ധൈര്യം. നിങ്ങൾ കരുതണ മാതിരി ഞങ്ങൾ കുറെ കിതാബ് നോക്കിങ്ങാണ്ട് ഇടങ്ങേറാവണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. എന്താ അത്യാവശ്യം? ലാസ്റ്റ് മൊമെന്റിൽ ഹസ്രത്തിന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ആളില്ലാതെ മരവിച്ച പണ്ഡിത സഭയെ ആശ്വാസത്തിന്റെ നേർവഴിയിലേക്ക് നയിക്കുമെന്ന് കരുതി പാലക്കാടൻ ഹസ്രത്തിനെ കൊണ്ടുവന്ന് സംരക്ഷിക്കുമെന്ന വ്യാമോഹത്തോടുകൂടെ ഇറക്കുമതി ചെയ്തില്ലേ? കേവലം 2-3 മണിക്കൂർ നേരത്തെ പ്രഭാഷണം കാരണത്താൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെയോ പോഷക സംഘടനയുടെയോ കീഴിൽ നടത്തപ്പെടുന്ന പരിപാടികളിൽ പോലും മുസ്തഫ ഹസ്രത്തിനെ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാറ്റപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ വമ്പിച്ച ഉജ്ജ്വലമായൊരു കർമ്മത്തിന്റെ നിർവഹണത്തിന്റെ മുന്നിലാണ് നമ്മളുള്ളത്. 2
ഖലീഫമാരെ ഇന്ന ആൾക്ക് ഉണ്ടായിട്ടുള്ളൂ, 3 ഖലീഫമാരെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ ഒരു സത്യം മനസ്സിലാക്കണം. ഖുതുബുസ്സമാൻ ലോകത്തിന് പഠിപ്പിക്കുന്നത് സമ്പൂർണ്ണ തൗഹീദാണ്. പരിശുദ്ധ നബിയും സഹാബത്തുമാണ് അവിടുത്തെ മാതൃകാ പുരുഷന്മാർ. മക്കയുടെ മണലാരണ്യത്തിൽ, മദീനയുടെ ധന്യമായ വസന്തത്തിൽ ഉജ്ജ്വലമായ ഈമാനിന്റെ ചൈതന്യവുമായി രംഗപ്രവേശം ചെയ്തുകൊണ്ട് പ്രബോധനത്തിന്റെ വഴിത്താരയിലെ ശ്രേഷ്ഠമായ എല്ലാ സംഗതികളും അനുഗ്രഹങ്ങളും വിധാനിച്ച മഹാനായ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച വമ്പിച്ച ഒരു ദൗത്യമുണ്ട്. സമ്പൂർണമായ തൗഹീദ് നൽകി എന്ന് മാത്രമല്ല, തന്റെ കയ്യിൽ നിന്ന് തൗഹീദ് സ്വീകരിച്ച് ബൈഅത്ത് ചെയ്ത സർവ്വ